ഞാൻ ഉണ്ടാക്കുന്നത് റെഡ് വെൽവെറ്റ് കേക്കാണ്. നമ്മൾ പുറത്തു നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ബേക്കറികളിൽ നിന്നും വാങ്ങിക്കുന്നതിനേക്കാളും എത്രയോ രുചിയോടുകൂടി നമുക്കിത് വീട്ടിലുണ്ടാക്കാൻ കഴിയും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ബട്ടർ മിൽക്ക് റെഡിയാക്കാം. അരക്കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പാല് റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ബട്ടർ മിൽക്ക് റെഡി ആയിക്കോളും. ഞാനിതിവിടെ അടച്ചു വെക്കുകയാണ്. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ടിന്ന് റെഡിയാക്കി എടുക്കാം. ഒരു ബേക്കിംഗ് ടിന്നെടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ പുരട്ടി കൊടുക്കുക. ടിന്നിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ബട്ടർ പുരട്ടാം. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കാം. ഈ കേക്ക് ടിന്നിൻ്റെ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് വിരിച്ചു കൊടുക്കുക. ഇതിൻ്റെ വശങ്ങളിലും ഞാൻ വെക്കുന്നുണ്ട്. കേക്ക് ടിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിൻ്റെ മുകളിൽ ഒരു സ്ട്രെയിനർ വെച്ച് അതിലേക്ക് 1.25 കപ്പ് മൈദ ചേർക്കാം. 1 കപ്പും 1/4 കപ്പും മൈദയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അരച്ചെടുക്കാം. ഇതുപോലെ ഒരു സ്പൂണോ മറ്റോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി പൗഡറൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടും. ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/4 കപ്പ് ബട്ടർ ചേർക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ട ചേർക്കാം. ഒരു മുട്ടയുടെ കേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു മുട്ട മാത്രമേ ചേർക്കുന്നുള്ളൂ. മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. പഞ്ചസാര ഒന്ന് നന്നായി മെൽറ്റായി വരുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ചേർക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് റെഡ് ഫുഡ് കളറാണ്. ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ലിക്വിഡ് കളറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് അതല്ലെങ്കിൽ ജെൽ കളർ വേണമെങ്കിലും ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഒന്നുകൂടി നന്നായിട്ടിത് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ മറ്റുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തിരിക്കുന്നത് 250 മില്ലി ലിറ്ററിൻ്റെ കപ്പിലാണ്. അതുകൊണ്ട് ആ കപ്പിൽ തന്നെ ഈ ബട്ടർ മിൽക്കും അളന്നെടുക്കണം. അതുകൊണ്ട് ഞാൻ ആ കപ്പിലേക്ക് ഇത് മാറ്റുകയാണ്. ഈ കപ്പ് 240 ml ആണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മറ്റുള്ള എല്ലാ മെഷർമെൻറ്റ്സും 250ൻ്റെ ഈ കപ്പ് അളവ് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് 125 ml ആണ്. 1/2 കപ്പാണിത്. അപ്പോൾ 1/2 കപ്പ് ബട്ടർ മിൽക്കിൻ്റെ പകുതി ആദ്യം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ 1/2 കപ്പ് ബട്ടർ മിൽക്കാണ് നമുക്കിതിനാവശ്യം. അതിൻ്റെ പകുതി ചേർത്തിട്ടുണ്ട്. അത് മിക്സ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ
റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്പീഡ് കുറച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ബീറ്ററിൻ്റെ സ്പീഡ് കൂട്ടരുത്. വല്ലാതെ സ്പീഡ് കൂട്ടിയിട്ട് പൊടികൾ ചേർത്തതിന് ശേഷം മിക്സ് ചെയ്യരുത്. ചെറിയ സ്പീഡിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ആയതിനു ശേഷം ബാക്കിയുള്ള ബട്ടർ മിൽക്കും കൂടി ഇതിലേക്ക് ചേർക്കാം. ബട്ടർ മിൽക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ബാക്കി പകുതി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും പതുക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതും നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബീറ്റർ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. കേക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കേക്ക് മിക്സ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ടിൻ ഒരു സ്പ്രിംഗ് ഫോം പാനാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നില്ല. ചിലപ്പോൾ എനിക്ക് ഇത് ഇളകി വരാറുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ടൂത്ത് പിക്ക് അല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കിയിട്ടുണ്ട്. പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിൽ മാത്രമേ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാവൂ, എന്നാലേ കേക്ക് നന്നാവും. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ പാത്രം. ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കേക്ക് ടിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. പിന്നെ ഇത് പഴയ നോൺ സ്റ്റിക്ക് പാത്രം, അതായത് യൂസ് ചെയ്യാത്ത പാത്രം മാത്രമേ ഉപയോഗിക്കാവൂ. അതല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന അലൂമിനിയം തട്ടുണ്ടെങ്കിൽ അതും നല്ലതാണ്. അപ്പോൾ പാത്രം ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ട് അടച്ച് വെക്കണം. എന്നിട്ട് ഇതുപോലെ മൂടിക്ക് ഹോളോ മറ്റുണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ കേക്ക് ആദ്യം നമ്മൾ വെക്കുന്ന സമയത്ത് നല്ല ചൂടോട് കൂടിയിട്ട് വെക്കണം. കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ടുണ്ടാവണം. കേക്ക് ടിൻ ഇതിലേക്ക് വെച്ച് മൂടി അടച്ചതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫ്ലെയിം നല്ല ലോ ആക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 30 മുതൽ 35 മിനിറ്റ് വരെ മാത്രമേ കേക്ക് റെഡിയാവാൻ ആവശ്യമുള്ളൂ. അപ്പോൾ അത്രയും സമയം നമുക്കിത് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 30-35 മിനിറ്റ് കൊണ്ട് തന്നെ ഈ കേക്ക് നന്നായിട്ട് റെഡി ആയിക്കോളും. മുപ്പത്തഞ്ച് മിനിറ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. കേക്ക് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി കേക്ക് നമുക്ക് ഈ പാത്രത്തിൽ നിന്നും പുറത്തേക്ക് എടുക്കണം. കൈയൊന്നും പൊള്ളാതെ സൂക്ഷിച്ച് നമുക്ക് കേക്ക് പുറത്തേക്ക് എടുക്കാം. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഈ ടിന്നിൽ നിന്നും ഇത് മാറ്റാം. നല്ല സോഫ്റ്റ് കേക്കാണ്. തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫ്രോസ്റ്റിംഗ് റെഡിയാക്കണം. ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് 180 ഗ്രാം ക്രീം ചീസാണ്. 199 രൂപയാണ് ഈ 180 ഗ്രാം ക്രീം ചീസിൻ്റെ വില. ഇത് ഞാൻ കേക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ബ്രാൻഡൊക്കെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വേറെ കിട്ടുമായിരിക്കും. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ക്രീം ചീസ് നമ്മളിത് ബീറ്റ് ചെയ്യുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്ക് വെക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമുക്ക് ബീറ്റ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും, റൂം ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷം എടുക്കുകയാണെങ്കിൽ. ഇനി നമുക്കിതിലേക്ക് 1/3 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. മധുരം നല്ലോണം വേണമെന്നുള്ള ഒരു 1/2 കപ്പ് ചേർക്കുക. ഞാനിതിലേക്ക് 2-3 തുള്ളി വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്, നിർബന്ധമില്ല. ക്രീമിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ക്രീം ചീസിൻ്റെ ഫ്ലേവറോടുകൂടി തന്നെ ചെയ്യാം, വാനില എസൻസ് ചേർക്കണമെന്നില്ല. അതുപോലെ ഞാനിപ്പോൾ 1 കപ്പിൻ്റെ 1/3 ഭാഗം, അതായത് 1/3 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മധുരം കൂടുതൽ വേണമെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുക. ക്രീം ചീസ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പഞ്ചസാരയും ക്രീം ചീസും ചേർത്തിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം. ഇത് നന്നായിട്ട് അടിച്ച് നല്ല സ്റ്റിഫായി വരുന്നത് വരെ നന്നായിട്ട് അടിച്ചെടുക്കാം. വിപ്പിംഗ് ക്രീമിൽ മധുരത്തോടു കൂടി വരുന്നതായതുകൊണ്ട് ഞാൻ ഇതിൽ വേറെ മധുരമൊന്നും ചേർക്കുന്നില്ല.
മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കണം. ആദ്യം സ്പീഡ് കുറച്ചിട്ടും പിന്നീട് സ്പീഡ് കൂട്ടിയും നന്നായിട്ട് അടിച്ച് നല്ല കട്ടിയാവുന്നത് വരെ അടിച്ചെടുക്കാം. വിപ്പിംഗ് ക്രീം ഇവിടെ നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ക്രീമിലേക്ക് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയ ക്രീം ചീസ് എടുത്ത് ഇതിലേക്ക് ചേർത്തിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. വിപ്ഡ് ക്രീമും ക്രീം ചീസും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ബീറ്റർ ഉപയോഗിച്ചിട്ടൊന്നും യോജിപ്പിക്കണമെന്നില്ല. ഇതുപോലെ ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു അരമണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമ്പോൾ നന്നായിട്ട് ഒന്നുകൂടി കട്ടിയായിട്ട് വരും. ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാണ്. കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ടിന്നൊന്ന് മാറ്റി കൊടുക്കാം. അതുപോലെ ഇതിൽ വിരിച്ചിരിക്കുന്ന ബട്ടർ പേപ്പറും മാറ്റാം. ഇനി ഒരു കേക്ക് സ്റ്റാൻഡ് എടുത്ത് അതിൻ്റെ മുകളിൽ 2 പീസ് അലൂമിനിയം ഫോയിൽ വെച്ചതിന് ശേഷം ഈ കേക്ക് അലൂമിനിയം ഫോയിലിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിൽ ഇടുന്ന ക്രീം നന്നായിട്ട് ഇതിൽ പിടിച്ചിരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ്. നിർബന്ധമൊന്നുമില്ല കട്ട് ചെയ്യണമെന്നുള്ളത്. പിന്നെ കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇതിൽ ക്രീം ചെയ്യാവൂ, അല്ലെങ്കിൽ ക്രീം മെൽറ്റായി പോവും. ഈ കേക്ക് ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. സൈഡിൽ നിന്നുമൊക്കെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ കട്ട് ചെയ്ത പീസൊക്കെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ കേക്ക് പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ച് വെക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്. നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം. ഇനി കേക്ക് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യണം. ഞാനൊരു നൂല് ഉപയോഗിച്ചിട്ട് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യാണ്. നേർപകുതിയിൽ വെച്ച് നൂല് ഇതുപോലെ എല്ലാ സൈഡിൽ നിന്നും പിടിച്ച് ഒരു സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കേക്ക് ഒരേ ഷേപ്പിൽ നേർപകുതിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്. ഇത് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. മുകളിലുള്ള പീസ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി താഴെയുള്ള പീസിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചോളൂ. കേക്ക് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയി കിട്ടും. എല്ലാ ഭാഗത്തും ഇതുപോലെ നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച ക്രീം പുറത്തേക്ക് എടുത്ത് ഇതിൻ്റെ മുകളിൽ അല്പം ഇട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ 1/3 ഭാഗം മാത്രം ഇപ്പോൾ മുകളിൽ ഇട്ടാൽ മതി. എന്നിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/3 ഭാഗം ക്രീം മാത്രമേ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ പീസ് കേക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് ചേർക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലും നമുക്ക് ക്രീം ചേർത്ത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും നന്നായിട്ട് ക്രീം ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ പൊടി ഇതിൻ്റെ മുകളിലൊക്കെ ആവുന്നുണ്ട്. കുഴപ്പമില്ല. നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന ക്രീമിൻ്റെ മുകളിലാവാതെ ശ്രദ്ധിച്ചാൽ മതി. സൈഡിലൊക്കെ നന്നായിട്ട് ക്രീം പിടിപ്പിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്താൽ മതി. സൈഡ് ഒഴിവാക്കിയിട്ട് മുകളിൽ മാത്രമായിട്ടും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. മൂന്നിൽ 2 ഭാഗം ക്രീം മുഴുവനായിട്ട് ഈ പുറത്തെ ക്രീമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്.
കേക്ക് സ്മൂത്തർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മൂത്തൻ ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച കേക്കിൻ്റെ ബാക്കിയുള്ള പീസ് ഇതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വെച്ച് കൊടുക്കാം. ഞാനൊരു ഹാർട്ട് ഷേപ്പിലുള്ള ഡോ കട്ടർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ 3 സൈഡിലും നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇതിനേക്കാളും ഭംഗിയായിട്ട് നന്നായിട്ട് ഗാർണിഷ് ചെയ്യാൻ പറ്റും. ഞാനിത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിനേക്കാളും ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ കേക്ക് ഗാർണിഷ് ചെയ്യുന്നതിൽ അത്ര എക്സ്പേർട്ടൊന്നുമല്ല. അപ്പോൾ ഞാനിതിങ്ങനെ സിമ്പിളായിട്ട് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾ നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന റെഡ് വെൽവെറ്റ് കേക്ക് നല്ല പെർഫെക്റ്റ് ആണ്. നല്ല സോഫ്റ്റ് മോയിസ്റ്റ് കേക്കാണ്. അപ്പോൾ നമുക്ക് ഈ അലൂമിനിയം ഫോയിൽ അടിയിൽ നിന്നും വലിച്ച് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ വെച്ചതിന് ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ കേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. കേക്ക് നന്നായിട്ട് സെറ്റായി വരും. അപ്പോൾ നമ്മളിത് ക്രീം ചെയ്ത് ഉടനെ കട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സമയമില്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 3-4 മണിക്കൂറിന് ശേഷം കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 3-4 മണിക്കൂറിന് ശേഷം ഈ കേക്ക് പുറത്തേക്ക് എടുത്ത് വെച്ചതാണ്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് കേക്കാണ്. കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അങ്ങനെ നമ്മുടെ സൂപ്പർ മോയിസ്റ്റ് റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ തന്നെ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഇത് ഇഷ്ടമാവും. ഉറപ്പാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്